നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. പറഞ്ഞും പണിഞ്ഞും പതിരായ പാക്കേജ് പണ്ടേ അവസാനിച്ചെന്ന് കേന്ദ്രം. 2012 ജൂലൈയിൽ പാക്കേജ് അവസാനിച്ചെങ്കിൽ UDF സർക്കാർ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന ചോദ്യം മാത്രം ബാക്കി. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും. കാവാലം തട്ടാശ്ശേരി പാലത്തിനായുള്ള പ്രദേശവാസികളുടെ കാത്തിരിപ്പ് തുടരുന്നു. കുട്ടനാട്ടുകാർ ലജ്ജിക്കുക. സമരത്തിലൂടെ നേടിയെടുത്ത പാക്കേജ് പാഴാക്കിയത് ലജ്ജാകരമാണെന്ന് ബേബി പാറക്കാടൻ. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജ് അവസാനിച്ചെന്ന് കേന്ദ്ര സർക്കാർ. മിണ്ടാട്ടമില്ലാതെ UDF സർക്കാർ. 2008 ജൂലൈ 24-നാണ് UPA സർക്കാരിന്റെ ക്യാബിനറ്റ് 1840 കോടി രൂപയുടെ അടങ്കൽ തുകയ്ക്ക് അനുമതി നൽകിയ പാക്കേജ് അതേ UPA സർക്കാരിന്റെ കാലത്ത് തന്നെ നിർത്തിയെങ്കിൽ അത് സംസ്ഥാന സർക്കാർ അറിയാതെ പോയത് എന്തുകൊണ്ട്? കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനം 2012 ജൂലൈയിൽ അവസാനിച്ചു കഴിഞ്ഞുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര കൃഷി സഹമന്ത്രി ഡോക്ടർ സഞ്ജീവ് കുമാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. ലോക്സഭയിൽ ഇക്കഴിഞ്ഞ ജൂലൈ 15 നടന്ന പാക്കേജുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരത്തിന്റെ പകർപ്പാണ് പ്രേക്ഷകർ കാണുന്നത്. ഒട്ടേറെ സംശയങ്ങളും ദുരൂഹതകളും ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ആരും തന്നെ ഇത് അറിയാതിരുന്നത്? പാക്കേജ് നിർവഹണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നിർത്തിവച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ അറിയാതെ പോവുകയും ഇക്കാലം അത്രയും പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് അവിശ്വസനീയവുമാണ്. ജലവിഭവ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നുള്ള വിവരം സംസ്ഥാന സർക്കാർ യഥാസമയം റിപ്പോർട്ട് ചെയ്യാതെ പോയതും പാക്കേജിന്റെ കാലാവധി നേരത്തെ അവസാനിക്കാൻ കാരണമായി എന്നും സംശയിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, 2012 ജൂലൈക്ക് ശേഷം കഴിഞ്ഞ 2 വർഷമായി പാക്കേജ് നിലവിലല്ല എന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ അറിയിച്ചത് ശരിയാണെങ്കിൽ ഈ കാലയളവിലെ നിർമ്മാണ ജോലികളുടെയും 16-ന് ഉദ്ഘാടനം ചെയ്യുന്ന തണ്ണീർമുക്കം ബണ്ട് നവീകരണത്തിന്റെയും ഗതി എന്താകുമെന്നും സർക്കാർ വ്യക്തമാക്കണം. കാവാലം തട്ടാശ്ശേരി പാലത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 15 വർഷം പിന്നിടുന്നു. പാലം നിർമ്മിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുവാൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നുമില്ല. കാവാലം കരയിലും തട്ടാശ്ശേരി കരയിലും റോഡ് എത്തിയിട്ട് ഇന്നേക്ക് 15 വർഷങ്ങൾ പിന്നിടുകയാണ്. റോഡ് പൂർത്തിയായ കാലത്ത് ജനങ്ങൾ കടത്തുവള്ളത്തിലായിരുന്നു കാവാലത്തേക്കും തിരിച്ച് തട്ടാശ്ശേരിയിലേക്കും ഇറങ്ങിയിരുന്നത്. എന്നാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്ക് കാവാലം കരക്കാർക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയാണ് ഇവിടെ ജങ്കാർ സർവീസ് ആദ്യകാലത്ത് ആരംഭിച്ചത്. ജങ്കാർ സർവീസ് ആരംഭിച്ച കാലം മുതൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യം കാവാലം തട്ടാശ്ശേരി കരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. എന്നാൽ ഇവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുവാൻ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായതുമില്ല. അതേസമയം മങ്കമ്പ് ബ്ലോക്ക് പാലത്തിന്റെ പണി പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അടുത്ത പരിഗണന നൽകുന്നത് തട്ടാശ്ശേരി പാലത്തിനാണെന്ന് ബ്ലോക്ക് മെമ്പറും കോൺഗ്രസ് നേതാവുമായ K. ഗോപകുമാർ KCV വാർത്തകളോട് പറഞ്ഞു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുട്ടനാട്ടിൽ ആദ്യമായി മങ്കൊമ്പ് പാലത്തിന്റെ കാര്യങ്ങൾ നീങ്ങി ബഡ്ജറ്റിൽ തുക വകയിരുത്തി അതിന്റെ ടെൻഡർ നടന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അടുത്തതായി പ്രാധാന്യമുള്ള പാലം തീർച്ചയായും തട്ടാശ്ശേരി പാലമാണ്. തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണം നടന്നാൽ ആലപ്പുഴയിൽ നിന്നും മങ്കമ്പ് വഴി കാവാലം വഴി കോട്ടയത്തേക്കുള്ള ബസ് സർവീസ് ആരംഭിക്കുവാൻ കഴിയും. ഇത് വടക്കൻ കുട്ടനാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണ്. ഇപ്പോൾ കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ എസ്റ്റിമേറ്റ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നിർദ്ദേശാനുസരണം എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. MP തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കാണുന്നതിന് എത്തിച്ചേരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ബഡ്ജറ്റിൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമാണ് എങ്കിൽ പോലും അടുത്ത ബഡ്ജറ്റിൽ കാവാലം പാലത്തിന്റെ തുക ബഡ്ജറ്റിൽ വകയിരുത്താൻ കഴിയും. മങ്കമ്പ് ബ്ലോക്ക് പാലം പൂർത്തിയാകുമ്പോൾ അതിന്റെ യഥാർത്ഥ ഗുണം കുട്ടനാട്ടിൽ ലഭിക്കണമെങ്കിൽ കാവാലം തട്ടാശ്ശേരി പാലം പൂർത്തിയാവണമെന്ന് കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MJ ഓമനക്കുട്ടൻ അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മങ്കമ്പ് പാലത്തിന്റെ പണി പൂർത്തീകരിക്കുന്ന ആ ഘട്ടത്തിൽ തട്ടാശ്ശേരി പാലത്തിന്റെ പണിയും കൂടെ പൂർത്തിയാകുകയാണെങ്കിൽ മാത്രമേ
മങ്കമ്പി പാലം പണിതുകൊണ്ടുള്ള പ്രയോജനം ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി വരത്തുള്ളൂ. എന്നാൽ തട്ടാശ്ശേരി പാലത്തിന്റെ പണി നടത്തുവാനായിട്ട് അമാന്തം വിചാരിക്കുകയും തടസ്സങ്ങളും താമസങ്ങളും വരികയാണെങ്കിൽ മങ്കമ്പ് പാലം കൊണ്ട് അത്ര പെട്ടെന്ന് പ്രയോജനം ജനങ്ങൾക്കുണ്ടാവത്തില്ല. കാരണം ആലപ്പുഴയുടെ ടൗണിൽ കിടക്കുന്ന ആളുകൾക്ക് പോലും നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും ഓടിയെത്തുന്നതിന് ഒരു ക്രോസ് കട്ട് മാർഗമാണ് മങ്കമ്പ് തട്ടാശ്ശേരി പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ച ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ്. ഇവിടെ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ്. ഒരു പ്രദേശത്ത് അതുകൊണ്ട് ചില ഉപജീവന മാർഗങ്ങൾ നടത്തുന്ന ആളുകളും ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവർ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ ഇങ്ങനെ പാലം വരുമ്പോഴത്തേനുണ്ടാകുന്ന നഷ്ടം അവരതിനകത്ത് പ്രതികരിക്കും. അത് നമുക്ക് സമാധാനം. പക്ഷേ അതിലേറെ ആയിരക്കണക്കിന് ആളുകൾക്ക് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തുന്നതിന് ഇതൊരു ഏറ്റവും വലിയൊരു മാർഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. മങ്കമ്പ് കാവാലം പാലങ്ങൾ പൂർത്തിയാവുമ്പോൾ കോട്ടയം ആലപ്പുഴ പ്രദേശങ്ങളിലേക്ക് വളരെ വേഗം എത്തിപ്പെടുവാൻ സാധിക്കും. നിലവിൽ കോട്ടയത്തേക്കും ആലപ്പുഴയിലേക്കും വരുന്നവർ AC റോഡിനെ പൂർണ്ണമായും ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഈ പാലങ്ങൾ യാഥാർത്ഥ്യമായാൽ ആലപ്പുഴ കോട്ടയം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നവർക്ക് കുറഞ്ഞത് 10 കിലോമീറ്ററെങ്കിലും യാത്ര ലാഭിക്കാൻ സാധിക്കും. ഈ പാത തുറക്കപ്പെടുന്നതോടുകൂടി കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളായ കാവാലം, പുളുങ്ങുന്ന്, വെളിയനാട്, നീലമ്പേരൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടുവാൻ സാധിക്കും. മങ്കമ്പ് പാലത്തോടൊപ്പം തട്ടാശ്ശേരി പാലവും യാഥാർത്ഥ്യമായാൽ മാത്രമേ ആലപ്പുഴ, കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹ്രസ്വദൂര പാത യാഥാർത്ഥ്യമാകൂ. ഇതിനുള്ള കാത്തിരിപ്പ് ഇവിടുത്തെ ജനങ്ങൾ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു, KCV ന്യൂസ്. കുട്ടനാട്ടുകാർ നിരന്തര സമരത്തിലൂടെ നേടിയെടുത്ത കുട്ടനാട് കാർഷിക പാക്കേജ് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കാത്തത് ലജ്ജാകരമെന്ന് അഖില കുട്ടനാട് നെൽ നാളികേര കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് ബേബി പാറക്കാടൻ. ദീർഘകാലമായി സാമൂഹ്യമായും സാമ്പത്തികമായും വ്യാവസായികമായും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഡോക്ടർ MS സ്വാമിനാഥൻ കൊണ്ടുവന്ന പാക്കേജാണിത്. എന്നാൽ പാക്കേജിനായി അനുവദിച്ച പണം എങ്ങനെ വീതം വെച്ചെടുക്കാമെന്ന് മാത്രമാണ് ഇതുവരെ കുട്ടനാട്ടിൽ നടന്നിരിക്കുന്നത്. കുട്ടനാട് കാർഷിക പാക്കേജ് നിർത്തലാക്കിയ നടപടിക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും പാറക്കാടൻ KCV വാർത്തകളോട് പറഞ്ഞു. സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടനാട് പ്രദേശത്തുകാരുടെ ദീർഘകാലമായ സമരത്തിന്റെ ഫലമാണ് കുട്ടനാട് കാർഷിക പാക്കേജിന് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തരികയും സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തത്. പിന്നോക്കാവസ്ഥയിലുള്ള കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ആ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഭൗതികവും സാമ്പത്തികവും വ്യവസായപരമായ നേട്ടത്തിനും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന 1857 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിക്കാണ് കുട്ടനാട് പാക്കേജിൽ രൂപം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ പാക്കേജിന്റെ പ്രവർത്തനത്തിന്റെ കാലാവധി അവസാനിച്ചു എന്ന് തൊട്ടടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലൂടെ അറിയുവാനിടയായി. തീർത്തും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഈ നാടിന്റെ വികസനത്തിന് ഉതകുന്ന ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പദ്ധതികളെ പണി പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ, തുടങ്ങിവെച്ച പദ്ധതികൾക്ക് പണം അനുവദിക്കാതെ ആ പദ്ധതിയുടെ കാലാവധി അവസാനിച്ചു എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ പിന്നോക്കാവസ്ഥയെ വീണ്ടും പിന്നോട്ടടിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് അഖില കുട്ടനാട് നെൽ നാളികേര കർഷക ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. മുല്ലക്കൽ ചിട്ടി ഫണ്ട്സ് ഒരാളുടെ ജീവൻ കൂടി അപഹരിച്ചു. വ്യാജ ചിട്ടി കമ്പനി എന്നറിയാതെ മുല്ലക്കൽ ചിട്ടി ഫണ്ടിന്റെ പുളുങ്ങുന്ന് ബ്രാഞ്ച് മാനേജറായിരുന്ന കുട്ടനാട് കണ്ണാടി ലക്ഷ്മി ഭവനത്തിൽ VJ മോഹനൻ ആത്മഹത്യ ചെയ്തു. പെരുമ്പാവൂർ സ്വദേശി കോശി എന്ന ആൾ നടത്തിയ ചിട്ടി കമ്പനിയുടെ പുളുങ്ങുന്ന് ബ്രാഞ്ച് മാനേജറായിരുന്ന റിട്ടയർഡ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ VJ മോഹനനാണ് വ്യാഴാഴ്ച ആത്മഹത്യ ചെയ്തത്. കേരളത്തിൽ 13 സ്ഥലങ്ങളിലായി വ്യാജ ചിട്ടിക്കമ്പനി നടത്തി കോടികൾ തട്ടിയ കോശിയുടെ സ്ഥാപനത്തിലെ ജോലിയാണ് ജനസമ്മതനായിരുന്ന മോഹനനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. പെരുമ്പാവൂർ സ്വദേശിയായ കോശി ജാമ്യം നേടി വീണ്ടും തട്ടിപ്പ് പരിപാടികളുമായി നീങ്ങുന്നതായാണ് സൂചന. പുളുങ്ങുന്ന് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചാർജ് വർധനവ് ആവശ്യപ്പെട്ട ഓട്ടോ ടാക്സി തൊഴിലാളികൾ പണിമുടക്കി. മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരത്തിൽ പ്രകടനം നടത്തി. ആലപ്പുഴ നഗര ചത്വരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി അവസാനിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിച്ചു. ഇന്ന് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യം, വിശേഷിച്ചും ഉത്സവ നാളുകളിലൊക്കെ പഴയ കാലത്ത് കേരളത്തിൽ ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റവും
ആ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സമീപനവും സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ എടുക്കാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന ഓട്ടോ ആയാലും ശരി, ടെമ്പോ ആയാലും ശരി, ടാക്സി ആയാലും അവരെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന കൂലി കൊണ്ട് അവരുടെ ജോലി നിർവഹിക്കുന്നതിന് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 161ാമത് ജയന്തി ദിനാഘോഷവും ചെമ്പുമറം NSS കരയോഗ മന്ദിരത്തിന്റെ കുടുംബസംഗമവും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച നടക്കുന്ന ജയന്തി ആഘോഷ പരിപാടികൾ NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്യും. കരയോഗം പ്രസിഡന്റ് KG മോഹനൻ പിള്ള അധ്യക്ഷനാകും. ഡോക്ടർ EB സുരേഷ് കുമാർ, ഡോക്ടർ K ഗോപകുമാർ എന്നിവർ സംസാരിക്കും. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് അനുവദിച്ച തുക അപര്യാപ്തമെന്ന് KSTP. രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിച്ച റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച 10 ലക്ഷം രൂപ മതിയാവില്ല എന്നാണ് KSTP പറയുന്നത്. കാലവർഷത്തിൽ വിവിധയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നവീകരിക്കുന്നതിന് ഈ തുക തീർത്തും അപര്യാപ്തമാണ്. കുറഞ്ഞത് 50 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ മുൻ നിലവാരത്തിൽ തന്നെ റോഡ് പുനഃസ്ഥാപിക്കുവാനാകൂ. മാസങ്ങളോളം വെള്ളം കെട്ടിക്കിടന്ന് കിടങ്ങറ, മങ്കൊമ്പ്, പൊങ്ങ മേഖലകളിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പാലങ്ങളോട് ചേർന്നുള്ള അപ്രോച്ച് റോഡുകൾ താഴുന്നതിനാൽ അപകടവും വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ പാലത്തിന് ആനുപാതികമായി ഉയർത്താനും ഈ തുകയ്ക്ക് കഴിയില്ല. ലോകബാങ്ക് സഹായം നിലച്ചതോടെ സർക്കാർ നൽകുന്ന പണം കൊണ്ടാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് പൂർത്തിയായ വർക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിവരുന്നത്. എടത്തുവ കണ്ടങ്കരി ദേവിവിലാസം സ്കൂളിൽ പുതിയതായി അനുവദിച്ച +2 ബാച്ചിലേക്ക് ഫിസിക്സ്, മലയാളം, ഇംഗ്ലീഷ്, ബോട്ടണി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായവർ ഈ മാസം 13-ന് രാവിലെ 11-ന് അസൽ സർട്ടിഫിക്കറ്റ് സഹിതം സ്കൂളിൽ എത്തിച്ചേരണമെന്ന് മാനേജർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കുട്ടനാട് പാക്കേജിൽ നിലനിൽക്കുന്ന അവ്യക്തത സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി കർഷക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. മുൻ MLA ഡോക്ടർ KC ജോസഫിന്റെ അധ്യക്ഷതയിൽ രാമങ്കരി മാരാമ്പറം ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10-നാണ് പരിപാടി നടക്കുക. മത്സ്യഫെഡ് ജില്ലാതല പുരസ്കാര വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും ആലപ്പുഴയിൽ നടന്നു. രാമവർമ്മ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മത്സ്യഫെഡ് ചെയർമാൻ V ദിനകരൻ പുരസ്കാര വിതരണം നടത്തി. സംസ്ഥാനതല അവാർഡ് വിതരണം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്.
ആലപ്പുഴ ജില്ലയിലെ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവാർഡ് വിതരണം ഇടയ്ക്ക് വെച്ച് തന്നു, സംഘത്തിനുള്ള അവാർഡ് വിതരണം ഇടയ്ക്ക് വെച്ച് തന്നു. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തുടങ്ങി വെച്ച പരിപാടികൾ നിന്നു പോകാതെ ഇതൊരു തുടർ കഥ എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ തന്നെയാണ് തിരക്കിട്ട് ഈ പരിപാടി എല്ലാ ജില്ലയിലും. ഇന്നിവിടെ ആണ്, നാളെ കോട്ടയത്താണ്, 16-ാം തീയതി കാസർഗോഡ്, 17 കണ്ണൂർ, 18 കോഴിക്കോട്, 19 മലപ്പുറം, 20 തൃശ്ശൂർ, 22 കൊല്ലം, 23 തിരുവനന്തപുരം. ഈ രീതിയിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. AB മാത്യു മാസ്റ്റർ അധ്യക്ഷനായ യോഗത്തിൽ P രാമചന്ദ്രൻ, PP സുരേന്ദ്രൻ, മുഹമ്മദ് ഷരീഫ്, KC ശിവാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് പാക്കേജ് തുടരണമെന്നും പാക്കേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളുടെ അനിശ്ചിതത്വം നീക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നു. കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പീരിയാനിക്കൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികളും കർഷകരും പങ്കെടുത്തു. ഈ മാസം 15-നാണ് സമരം. ജോർജ് മുല്ലക്കര, ജോർജ് കുട്ടി മായിപ്പറമ്പ്, വിജയൻ മൂക്കാട്ടിൽ, ജോസി കുര്യൻ, റോജോ ജോസഫ്, ബേബി പാറക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പുളിങ്കുന്ന് ഫൊറോന നേതൃത്വത്തിൽ ഓണം ഫെസ്റ്റ് 2014 പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച കിടങ്ങറ സ്നേഹതീരം സെന്ററിൽ നടക്കുന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. ഫൊറോന പ്രസിഡന്റ് VA ജോബ് അധ്യക്ഷനാകും. ആലപ്പുഴ നഗരസഭ നടത്തുന്ന നിർമ്മല നഗരം നിർമ്മല ഭവനം പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് തുടക്കമായി. SDV സെന്റിനറി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് ശുചിത്വ മിഷൻ ഡയറക്ടർ വാസുകി IAS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. To be all of your best friend. Okay? Thank you. So will you all be my best friend? Yes? Yes? Oh, no? Yes. You said no. What is your name? Charles. Charles doesn't want to be my best friend, but I'll soon build your friendship, okay? Anyways, see. I'm here to talk about waste, okay? And you're all my best friend. So best friends will listen to another friend. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ അവബോധമുണ്ടാക്കുവാൻ സാധിക്കണമെന്ന് അവർ പറഞ്ഞു. ഡോക്ടർ തോമസ് ഐസക് MLA അധ്യക്ഷനായ യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ മേഴ്സി ഡയാനോ മാസിഡോ, ദിനേശൻ ഉണ്ണിത്താൻ, അരുൺ രംഗൻ, VT വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. എടത്വ വിദ്യാവിനോദിനി ഗ്രന്ഥശാലയുടെ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. വായനശാല ഗ്രൗണ്ടിൽ നടന്ന വടംവലി മത്സരം എടത്വ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപകുമാർ KR ഉദ്ഘാടനം ചെയ്തു. വിദ്യാവിനോദിനി ഗ്രന്ഥശാല എല്ലാ വർഷവും ഉണ്ടാകട്ടെ, അവർക്കുള്ള എല്ലാ നന്മകളും ഞാൻ ലയൺസ് ക്ലബിന്റെ പേരിൽ ഞാനിവിടെ അർപ്പിക്കുകയാണ്. അഖില കേരള വടംവലി മത്സരത്തിൽ 1ാം സ്ഥാനം പൈസസ് കുട്ടനാട് മണലാടി ടീം കരസ്ഥമാക്കി. രണ്ടാം സ്ഥാനം ചലഞ്ച് മുട്ടാറും നേടി. വിജയികൾക്കുള്ള സമ്മാനദാനം എടത്വ സബ് ഇൻസ്പെക്ടർ B ബാലചന്ദ്ര പണിക്കർ നൽകി. 1ാം സമ്മാനം നേടിയ ടീമിന് MV ചന്ദ്രൻ മെമ്മോറിയൽ ട്രോഫിയും 10,001 രൂപ ക്യാഷ് അവാർഡുമാണ് നൽകിയത്. ഇതിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാകരി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് MC മാത്യു അധ്യക്ഷനായ യോഗത്തിൽ എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു, റെജി P വർഗീസ്, ബിനു ഐസക് രാജു, ബെറ്റി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം PEZ ഫൗണ്ടേഷന്റെ ഓണാഘോഷ പരിപാടികളും പ്രാദേശിക സാംസ്കാരിക സംഗമവും വെള്ളിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2-ന് ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് കാവാലം അമ്പരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ നാടൻ കലാപരിപാടികളും നടക്കുമെന്ന് സെക്രട്ടറി അഡ്വക്കേറ്റ് റോജോ ജോസഫ് അറിയിച്ചു. നീരേറ്റുപുറം വേദവ്യാസ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ധ്വജസ്തംഭ ആധാര ശിലാസ്ഥാപന കർമ്മം നടന്നു.
വ്യാഴാഴ്ച രാവിലെ 11:37-നും 11:50-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് ശിലാസ്ഥാപന കർമ്മം നടന്നത്. പറമ്പൂരില്ലം ബ്രഹ്മശ്രീ എൻ നീലകണ്ഠ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്ര മേൽശാന്തി ദിലീപ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. കാവാലം JCIയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 9-ന് കാവാലം സെന്റ് തോമസ് ആശ്രമം ഹാളിലാണ് ക്യാമ്പ് നടക്കുക. ഫാദർ മാത്യു പുത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ചരമവാർത്തകൾ. കൈനടി കണ്ടക്കുടി വീട്ടിൽ ഏലിയാമ്മ 85 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി. മങ്കൊമ്പ് തെക്കേക്കര വാടപ്പറമ്പിൽ മോഹനൻ 59 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. കേളമംഗലം നടുവിലേത്ത് കിഴക്കേതിൽ KB മേരി നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് കേളമംഗലം സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ. വെളിയനാട് ചക്കിട്ടപ്പറമ്പിൽ ത്രേശ്യാമ കുര്യൻ 73 വയസ്സ് നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 2-ന് വെളിയനാട് സെന്റ് സേവിയേഴ്സ് ദേവാലയ കുടുംബക്കല്ലറയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പറഞ്ഞും പണിഞ്ഞും പതിരായ പാക്കേജ് പണ്ടേ അവസാനിച്ചെന്ന് കേന്ദ്രം. 2012 ജൂലൈയിൽ പാക്കേജ് അവസാനിച്ചെങ്കിൽ UDF സർക്കാർ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന ചോദ്യം മാത്രം ബാക്കി. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും. കാവാലം തട്ടാശ്ശേരി പാലത്തിനായുള്ള പ്രദേശവാസികളുടെ കാത്തിരിപ്പ് തുടരുന്നു. കുട്ടനാട്ടുകാർ ലജ്ജിക്കുക. സമരത്തിലൂടെ നേടിയെടുത്ത പാക്കേജ് പാഴാക്കിയത് ലജ്ജാകരമാണെന്ന് ബേബി പാറക്കാടൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.